പഴയ നിയമത്തിലെ ഈശോയുടെ ഏറെ മനോഹരമായൊരു നിഴലാണ് മോശയും മോശയുടെ ജീവിതവും. വരുവാനിരിക്കുന്ന രക്ഷകരെ കുറിച്ചുള്ള പ്രവചനമായിട്ട് പോലും മോശയുടെ ജീവിതത്തെയും മോശ ഇസ്രായേൽക്കാർക്കിടയിൽ ചെയ്ത കാര്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. മോശ തന്നെ ഈ കാര്യം ജനത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 18-15 വചനം, എനിക്ക് ശേഷം ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവന്റെ വാക്കാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. ജനത്തിന് മുമ്പിൽ വെച്ച് മോശ പ്രവചിക്കുകയാണ്, വരുവാനിരിക്കുന്ന രക്ഷകന്റെ ഒരു നിഴലായിട്ടാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നതെന്നാണ് മോശ പറഞ്ഞ ആ വചനത്തിന്റെ അർത്ഥം. ഈശോ മിശിഹായും മോശയും തമ്മിൽ ഒത്തിരിയേറെ കാര്യങ്ങളിൽ സമാനതകളുണ്ട്. അവിടെ ജനനത്തിന്റെ കാര്യത്തിൽ പോലും സമാനതകളെ കാണാൻ സാധിക്കും. മോശ ജനിക്കുന്നത് ഫറവോയുടെ മരണഭയമാകുന്ന വാളിന് കീഴെയാണ് മോശ ജനിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ജനപ്പെരുപ്പം തടയാൻ വേണ്ടി ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെ കൊന്നുകളയാൻ വേണ്ടി ഫറവോ കൽപ്പന പുറപ്പെടുവിച്ച ആ സമയത്താണ് മോശ ജനിക്കുന്നത്. ഈശോ ജനിക്കുന്ന ആ കാലയളവിലും ഇതുപോലെയുള്ള സംഭവങ്ങളെ കാണാൻ സാധിക്കും. ഹെരോദസ് രാജാവ് വരുവാനിരിക്കുന്ന ആ രക്ഷകൻ തന്റെ സിംഹാസനത്തിന് ഭീഷണിയാണെന്ന് അറിഞ്ഞ് എല്ലാ ആൺകുട്ടികളെ ബത്ലഹേമിലും സമീപ പ്രദേശങ്ങളിലും ജനിച്ച 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ കൊന്നു കളയാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നതും ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് കാണാൻ സാധിക്കും. ഹെരോദസ് രാജാവിന്റെ ഭീഷണിയെ മറികടക്കാൻ വേണ്ടി വിശുദ്ധ ഔസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയവും കൂടി ഉണ്ണീശോയെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് കാണാൻ സാധിക്കും. പിന്നെ ഈജിപ്തിൽ നിന്നാണ് ദൈവം തൻ്റെ പുത്രനെ വിളിക്കുന്നത്. ഇതുപോലെ തന്നെ മോശയെ ദൈവം വിളിക്കുന്നത് തൻ്റെ മക്കളെ ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം മോശയെ വിളിക്കുന്നത്. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ദൗത്യം അവന് കൊടുക്കും. തൻ്റെ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. എന്നാൽ ആ ദൗത്യം സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഹൊറബ് മലയിൽ മോശ 40 വർഷക്കാലം ചെലവഴിക്കുന്നുണ്ട്. 40 വർഷത്തെ ഒരുക്കത്തിലൂടെ ദൈവം മോശയുടെ ജീവിതത്തെ കടത്തിവിടുന്നുണ്ട്. ഇതുപോലെ തന്നെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫറവോയുടെ കൊട്ടാരത്തിൽ സുഭിക്ഷമായി ആഡംബരപൂർവ്വം കഴിഞ്ഞിരുന്ന മോശ തൻ്റെ ജനത്തോട് താതാത്മ്യപ്പെടാൻ വേണ്ടി ഫറവോയുടെ കൊട്ടാരം ഉപേക്ഷിച്ച് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ ഈശോ മിശിഹ പിതാവിന്റെ വലത്തുഭാഗത്തെ എല്ലാ മഹത്വവും എല്ലാ പ്രതാപവും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ശൂന്യനാക്കി ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ സ്ത്രീയിൽ നിന്ന് ജാതനായി നമ്മെ പോലെ ഒരുവനായി തീർന്നു. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മോട് ഈശോ മിശിഹ താതാത്മ്യപ്പെട്ടു. മോശയെ സഹായിക്കാൻ വേണ്ടി അഹറോൻ നിയമിതനായതുപോലെ തന്നെ ഈശോ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ സ്നാപക യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിന് നടുവിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ഈ ചെങ്കടൽ മുറിച്ച് കടക്കുന്നത് അതിനെ ഒരു മാമോദിസയായിട്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇസ്രായേൽ ജനത്തെ മോശ ചെങ്കടലിലെ വെള്ളത്തിൽ സ്നാനം മുക്കി. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു സ്ഥാപിച്ച മാമോദിസായും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കില്ലെന്ന് ഈശോ പഠിപ്പിച്ചു. ഉദ്ധാനത്തിന് ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവാനായിട്ട് ദൈവം ഈശോ അപ്പസ്തോലന്മാരെ നിയമിക്കുകയും ചെയ്തു. അന്ന് പഴയ നിയമത്തിൽ ചെങ്കടലിലെ മാമോദീസ, പുതിയ നിയമത്തിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിന്റെ ഒരു നിഴലായിട്ട് വർത്തിക്കുന്നുണ്ട്. മോശ സീനായി മലയിൽ വെച്ച് ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം മേഘരൂപത്തിൽ ആ മലയിലേക്ക് ഇറങ്ങി വരുന്നതും കാണാൻ സാധിക്കും. അത് പുതിയ നിയമത്തിലെ കർത്താവിന്റെ രൂപാന്തരീകരണത്തിന്റെ ഒരു നിഴലാണ്. രൂപാന്തരീകരണ മലയിൽ വെച്ച് പിതാവായ ദൈവം തന്റെ മകനോട് ഈശോ മിശിഹായോട് നേരിട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവസാന്നിധ്യം ഒരു മേഘരൂപത്തിൽ ആ മലയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മോശയും ഏലിയായും കർത്താവ്
കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. മോശയുടെ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. മോശ അന്ന് പ്രവചിച്ചു, നിയമാവർത്തനം 18:15 എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തും, അവന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പിതാവായ ദൈവത്തിന്റെ സ്വരം അവിടെ ഉണ്ടായി, ഇതെന്റെ പ്രിയപുത്രനാണ്, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. മോശയെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ പിതാവായ ദൈവം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും. അന്ന് മോശ പറഞ്ഞ പ്രവാചകനാണ് ഈശോ മിശിഹ, ഇവന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ വെച്ച് വിശന്നപ്പോ ദൈവം മോശ വഴി ഇസ്രായേൽക്കാർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. ആ മന്നായെ സ്വർഗത്തിലെ അപ്പമെന്നും ദൈവദൂതന്മാരുടെ അപ്പമെന്നൊക്കെ പിന്നീടുള്ള ബൈബിൾ വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. മോശ വഴി അന്ന് നൽകിയ ആ മന്ന അത് പുതിയ നിയമ കാലഘട്ടത്തിൽ പുതിയ ഇസ്രായേലായി തിരുസഭയ്ക്ക് ദൈവപുത്രനായ ഈശോ മിശിഹ വിളമ്പാനിരുന്ന വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. ഈശോ വിശുദ്ധ കുർബാന തിരുസഭയ്ക്ക് നൽകുന്നതിന് ഒരു നിഴലായിരുന്നു അന്ന് മരുഭൂമിയിൽ മോശ കൊടുത്ത സ്വർഗീയ മന്ന. അതുപോലെ തന്നെ ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ വെച്ച് ദാഹിച്ചപ്പോ മോശ കരിമ്പാറ കൂട്ടങ്ങളെ പിളർന്ന് അതിൽ നിന്ന് ജലമൊഴുക്കി ഇസ്രായേൽക്കാരുടെ ദാഹം മാറ്റുന്നുണ്ട്. ഈ ഒരു സംഭവം അത് പുതിയ നിയമത്തിൽ ഈശോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരുന്ന പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെ കുറിച്ചുള്ള പ്രവചനമാണ്, അതിൻ്റെ ഒരു നിഴലാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. തിരുനാളിന്റെ അവസാനത്തെ ദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തി ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുക്കും. മോശ ഇസ്രായേൽ ജനത്തിനിടയിൽ ചെയ്ത വിസ്മയകരമായ എല്ലാ കാര്യങ്ങളും എല്ലാ അത്ഭുതങ്ങളും പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിലൂടെ നിറവേറപ്പെടേണ്ടിയിരുന്ന, യേശുവിലൂടെ സംഭവിക്കേണ്ടിയിരുന്ന എല്ലാ ദൈവിക സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു, ദൈവിക സംഭവങ്ങളുടെ നിഴലുകളായിരുന്നു മോശയിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും. നമുക്കെപ്പോഴും അറിയാം, നിഴലുകളെക്കാളും ഏറെ മഹത്വമുള്ളതാണ്, ഉന്നതിയിലുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഹെബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഈശോ മോശയേക്കാൾ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ വരുവാനിരുന്ന രക്ഷകനിലൂടെ സംഭവിക്കാനിരുന്ന എല്ലാ ദൈവിക സംഭവങ്ങളും എല്ലാ യാഥാർത്ഥ്യങ്ങളും മോശയുടെ ജീവിതത്തിലൂടെയും അവൻ ചെയ്ത കാര്യങ്ങളിലൂടെയും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു പഴയ നിയമത്തിൽ.